എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മുന്നോട്ടുള്ള കുതിപ്പിന് തടസ്സമായി നിൽക്കുന്ന വലിയൊരു വില്ലനാണ് ഭയം അഥവാ പേടി എന്ന് പറയുന്നത്. എന്നാൽ ഭയം അഥവാ പേടി എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യവുമാണ് കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തീയെ നമുക്ക് ഭയമില്ല എങ്കിൽ എവിടെയെങ്കിലും തീപിടുത്തമുണ്ടായാൽ ആ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ നമ്മൾ വെന്തു മരിക്കില്ലേ? അതുമല്ലെങ്കിൽ പാമ്പിനെ നമുക്ക് ഭയമില്ല എങ്കിൽ നമ്മൾ പാമ്പിനെ കയറി പിടിക്കുകയും അല്ലെങ്കിൽ ഇരുട്ടത്തോടെ അശ്രദ്ധമായി ശ്രദ്ധയില്ലാതെ നടന്ന് പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുകയില്ലേ? ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നിയമത്തെ നമുക്കാർക്കും ഭയമില്ല എങ്കിൽ എന്ത് തോന്നിയവാസവും കാണിച്ച് ജീവിതത്തിൽ എപ്പോഴും കുഴപ്പത്തിൽ ചെന്ന് ചാടില്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഭയം വേണം എന്ന് തന്നെ പറയാം. എന്നാൽ ഇത്തരത്തിലുള്ള ഭയങ്ങളല്ല നമ്മളുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. മറിച്ച് ചില ആളുകൾക്ക് എന്തിനേയും ഏതിനേയും അനാവശ്യമായി ഭയമാണ് എന്നുള്ളതാണ്. ഭയം കാരണം ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എവിടെയും എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അനാവശ്യമായ ഭയം കാരണം ചിലരൊക്കെ ജീവിതകാലം മുഴുവൻ ടെൻഷൻ അടിച്ച് പാതി മരിച്ച് ജീവിക്കുന്ന അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ, ഭയം നിങ്ങളെ കീഴടക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നുമാവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സത്യം പറഞ്ഞു തരാം. ഭയത്തെ നിങ്ങളുടെ ശത്രുവായി കാണുന്നതിന് പകരം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുരുവായി കണ്ടു നോക്കൂ. കാരണം നമ്മളെല്ലാവരും വിവിധ തരത്തിലുള്ള ഭയത്തോടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. മരിച്ചു പോകുമോ എന്ന ഭയം, രോഗം വരുമോ എന്ന ഭയം, പണം നഷ്ടപ്പെടുമോ എന്ന ഭയം, അതുമല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ചതിക്കുമോ എന്ന ഭയം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്ന ഭയം, ബന്ധങ്ങൾ തകർന്നു പോകുമോ എന്ന ഭയം, അതുമല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെപ്പറ്റി മോശമായി ചിന്തിക്കുമോ എന്ന ഭയം, ബിസിനസ് തകർന്നു പോകുമോ എന്ന ഭയം, മക്കളുടെ ഭാവി എന്തായി തീരും എന്നോർത്തുള്ള ഭയം. അത്തരത്തിലുള്ള ഒരുപാട് ഭയങ്ങളുടെ മുകളിലാണ്, അല്ലെങ്കിൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന അഗ്നിപർവ്വതം പോലെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഭയങ്ങളൊക്കെ നമ്മളുടെ ഉറക്കം കെടുത്തുന്നു, നമ്മളെ സന്തോഷിക്കാൻ അനുവദിക്കുന്നില്ല. ഇതിൽ എല്ലാ ഭയങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം എന്താണെന്നറിയാമോ? കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടുത്തരുതെന്നോ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ഒന്നും ആഗ്രഹിക്കാത്തപ്പോൾ അവന് ഭയമേ ഉണ്ടാവില്ല. നിങ്ങൾ പണം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാവുന്നത്. നിങ്ങൾ സ്നേഹം കൊതിക്കുന്നതുകൊണ്ടാണ് ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഉണ്ടാവുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, ഭയം എന്നത് എല്ലാവരുടെയും ആഗ്രഹങ്ങളുടെ നിഴലാണ് എന്ന് പറയാം. എന്നാൽ ഈ ലോകത്ത് എല്ലാവർക്കും ഭയമുണ്ട് എന്നുള്ളതാണ് സത്യം കേട്ടോ. ഭയമില്ലാത്തതായി ഒരു മനുഷ്യനും ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടാവില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ യോദ്ധാവിനും ഭയമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്താണെന്നറിയാമോ? ധീരൻ അവൻ്റെ ഭയത്തെ നേരിടുന്നു, പക്ഷേ ഭീരു അവൻ്റെ ഭയത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതാണ് രണ്ട് കൂട്ടരുടെയും ഭയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ഭയത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അത് നിങ്ങളെ പിന്തുടരും എന്നുള്ളതാണ്. മറിച്ച് നിങ്ങൾ ഭയത്തെ നേരിടാൻ തീരുമാനിക്കുമ്പോൾ ഭയം നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുക തന്നെ ചെയ്യും എന്നത് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഭയത്തെ നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിക്കുന്നതിനാവശ്യമായ ചില വിദ്യകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, തിരക്ക് കൂട്ടാതെ, അക്ഷമ കാണിക്കാതെ മുഴുവനായി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റുകൾ, ഈ വീഡിയോ കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമോ ഉണ്ടായോ ഇല്ലയോ എന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇത്തരത്തിലുള്ള വിലപ്പെട്ട അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഇപ്പോഴേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഭയം എന്ന വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, നിങ്ങൾ ഭയത്തെ നേരിടാൻ തീരുമാനിക്കുന്ന ആ നിമിഷം നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്.
അതിന് കാരണം മറ്റൊന്നുമല്ല, ഭയത്തിനേക്കാളൊക്കെ അപ്പുറത്താണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഇരിക്കുന്നത് എന്നതുകൊണ്ടാണ്. നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ ഏറ്റവും ഭയപ്പെട്ട് കഴിഞ്ഞിരുന്നപ്പോഴായിരുന്നില്ലേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് പലതും ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഭയം കാരണം നിങ്ങൾ ഒരു ചുവട് പോലും മുന്നോട്ട് വെച്ചില്ല എന്നുള്ളതാണ്. ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്നതിനേക്കാൾ എത്രയോ ഭയാനകമാണെന്നറിയാമോ നിങ്ങൾ ഭയം കാരണം ശ്രമിക്കാതെ പിന്മാറുന്നത്? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്നറിയാമോ? ബഹുഭൂരിപക്ഷവും ഭയങ്ങളും നിങ്ങളുടെ മനസ്സിൽ മാത്രം രൂപപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ അതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളേയല്ല. അതൊക്കെ വളർച്ചയുടെ ഏതോ ഘട്ടത്തിൽ ചെറുപ്പകാലത്തിൽ നമ്മളിലേക്ക് ആരൊക്കെയോ കുത്തിവെച്ച തെറ്റായ ആശയങ്ങൾ മാത്രമാണ്. ആരുടെയൊക്കെയോ നിലനിൽപ്പിന് വേണ്ടി നമ്മളെ പലതരത്തിലുള്ള ഭയങ്ങളിൽ കുടുക്കിയിടുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ പണത്തിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിക്കോളൂ. ചെറുപ്പത്തിൽ ബോധപൂർവമോ അല്ലാതെയോ നമ്മളിലേക്ക് ചില മെസ്സേജുകൾ വന്നിട്ടുണ്ടാവാം. പണം എന്ന് പറയുന്നത് അപകടം പിടിച്ച സാധനമാണ്. പണം നമ്മളിലുണ്ടായാൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും. പണം നമ്മളെ ദുഷ്ടന്മാരാക്കും. അത്തരത്തിലുള്ള എത്രയോ തെറ്റായ മെസ്സേജുകൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പണത്തെ ഭയപ്പെടുന്നുകൊണ്ടല്ലേ പണം നമ്മളിലേക്ക് എത്തിച്ചേരാതെ നിൽക്കുന്നത്. അപ്പോൾ ഭയം എന്ന് പറയുന്നത് എത്രത്തോളം ദോഷം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ചു നോക്കിക്കേ. ഈ ഭയം ഒരിക്കലും നിങ്ങളെ സമ്പന്നനാകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. കാരണം സമ്പത്ത് എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ്. നിങ്ങളുടെ മനസ്സിൽ സമൃദ്ധിയില്ലെങ്കിൽ ഈ ലോകത്ത് എത്ര സമ്പത്തുണ്ടായാലും നിങ്ങൾ ദരിദ്രനായി തന്നെ തുടരും എന്നുള്ളതാണ്. പണത്തെ ഭയപ്പെടുന്നവർ ഒരിക്കലും പണത്തിൻ്റെ യജമാനന്മാരാവില്ല. കാരണം ദാസന്മാരല്ലേ യജമാനന്മാരെ ഭയപ്പെടുന്നത്. അപ്പോൾ പണത്തിൻ്റെ മുമ്പിൽ നമ്മൾ ദാസന്മാരായി മാറുകയല്ലേ ചെയ്യുന്നത്. എന്നുവെച്ചാൽ പണത്തെ ഭയന്നാൽ പണം ലഭിക്കില്ല എന്നർത്ഥം. ബഹുഭൂരിപക്ഷം ആളുകളുടെയും മറ്റൊരു ഭയം ബന്ധങ്ങളെക്കുറിച്ചുള്ള ഭയങ്ങളാണ്. നിങ്ങൾ സ്വയം ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളിൽ എത്ര ആളുകൾ ഭയം കൊണ്ട് മാത്രം ചില ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന്? നിങ്ങൾക്ക് ഒരിക്കലും സുഖവും സന്തോഷവും സമാധാനവും ലഭിക്കില്ല എന്ന് ഉറപ്പുള്ള ചില ബന്ധങ്ങളിൽ പോലും നിങ്ങൾ കുരുങ്ങിക്കിടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ചില ഭയങ്ങൾ കൊണ്ട് മാത്രമല്ലേ? അവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവരെന്തെങ്കിലും ചെയ്തു കളയുമോ എന്നുള്ള ഭയം. ഒരു കാര്യം പ്രത്യേകം അടിവരയിട്ട് ഓർമ്മിച്ചു വെച്ചോളൂ. ഒരു ബന്ധം നിങ്ങളെ ചെറുതാക്കുന്നു എങ്കിൽ ആ ബന്ധത്തെ ഉപേക്ഷിക്കാൻ നിങ്ങൾ ധൈര്യം കാണിച്ചേ മതിയാവൂ. എന്നുവെച്ചാൽ ഭയം കാരണം മാത്രം ഒരു ബന്ധത്തിലും കടിച്ചു തൂങ്ങരുത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയന്ത്രണങ്ങൾ വരുന്നത് ഭയത്തിൽ നിന്നല്ലേ? നിങ്ങൾ പറക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ വീഴുമോ എന്നുള്ള ഭയം. നിങ്ങൾ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ നിരസിക്കപ്പെടുമോ എന്നുള്ള ഭയം. നിങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ള ഭയം. നിങ്ങൾ സ്റ്റേജിൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ തെറ്റിപ്പോകുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഭയം. എന്നാൽ ഈ ഭയങ്ങളൊക്കെ നിങ്ങളുടെ ചിറകുകളെ അരിഞ്ഞു കളയുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? ഒരു ദിവസം നിങ്ങൾ ധൈര്യപൂർവ്വം ആലോചിച്ചുറപ്പിച്ച് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുക. നിങ്ങളുടെ ഭയങ്ങളിൽ ഏറ്റവും വലിയ ഒരു ഭയത്തെ എടുത്ത് അതിനെ ചെയ്തു കാണിക്കുക എന്നുള്ളതാണ്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം, പക്ഷേ ആ ബുദ്ധിമുട്ട് സഹിച്ച് ധൈര്യം സംഭരിച്ച് നിങ്ങൾ അത് ചെയ്താൽ എന്തു സംഭവിക്കും? ആദ്യം നിങ്ങളുടെ ഭയം കൂടും, പിന്നെ നിങ്ങളുടെ ഹൃദയമിടിപ്പിൻ്റെ അളവ് വർദ്ധിക്കും, നിങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങും, നിങ്ങൾ ചിലപ്പോൾ വിയർത്തേക്കാം. എന്നാലും ഇത്രയൊക്കെ സംഭവിക്കൂ എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ധൈര്യസമേതം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തു സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പകരം നിങ്ങളുടെ ഭയം അപ്രത്യക്ഷമാകുന്നത് കാണാം. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സ്വയം അഭിമാനവും ശക്തിയും അനുഭവപ്പെടും. ഇതാണ് ഭയത്തെ മറികടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യം. ഭയപ്പെടുന്നതിനെ ചെയ്ത് ശീലിക്കുക. എന്നാൽ സാധാരണക്കാരായ ആളുകൾ ഇത് ചെയ്യുന്നതിന് പകരം അവർ ഭയത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു.
അതിനെ തന്നെ വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർ തങ്ങളുടെ ഭയത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നു, എന്നാൽ അവർ ഭയത്തെ നേരിടുന്നില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഭയം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ചില ആളുകളിൽ ഉണ്ടാകുന്ന ഭയത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. ഏതെങ്കിലും കാലത്ത് നിസ്സാരമായ ഏതെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ വീണ്ടും നിങ്ങൾ എല്ലാറ്റിലും തോറ്റുപോകുമോ, പരാജയപ്പെട്ടു പോകുമോ എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഭയപ്പെടുന്നു, സംശയിക്കുന്നു. എന്നാൽ വ്യക്തമായി ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആ ഭൂതകാലം, കഴിഞ്ഞ കാലം ഇനിയില്ല. അത് കഴിഞ്ഞു. അതിനി ഒരിക്കലും തിരിച്ചു വരികയുമില്ല. ഇനിയെല്ലാം പുതിയതാണ്. അതിൽ വിജയപരാജയങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. അതിന് കഴിഞ്ഞ കാലങ്ങൾക്ക് യാതൊരു റോളുമേയില്ല. ഒന്നോർക്കുക, ജീവിതം വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. സുരക്ഷിതം എന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വിജയമില്ല, അവിടെ ജീവിതമില്ല, അവിടെ മരണമാണ്. കാരണം വളർച്ചയില്ലാത്തടത്ത് ജീവിതമില്ല എന്നല്ലേ പറയുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നിരിക്കട്ടെ. അത് ശരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് അതിന് ശ്രമിക്കാൻ നിങ്ങൾക്ക് ഭയമാണ് എന്നുള്ളതുകൊണ്ടാണ്. കഴിയില്ല എന്നത് ഭയമുണ്ട് എന്നതിൻ്റെ മറ്റൊരു പേരാണ്. അതുകൊണ്ട് കഴിയില്ല എന്നതിന് പകരം ശ്രമിച്ചു നോക്കുക എന്നതിലാണ് കാര്യം. പരിശ്രമത്തിലൂടെ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോളൂ. ഒരു വലിയ വിഭാഗം ആളുകളുടെ ഏറ്റവും വലിയ ഭയം എന്താണെന്നറിയോ? അത് മറ്റൊന്നുമല്ല, മരണഭയമാണ്. മരിച്ചു പോകുമോ എന്നുള്ള ഭയം. എന്നാൽ ഉറപ്പാണ്, എന്തായാലും മരിച്ചു പോകും. ജനിച്ചാൽ ഒരിക്കൽ മരിച്ചേ മതിയാവൂ. മരണത്തെ അതിജീവിച്ച ഒരാളും ഇന്നോളം ഭൂമിയിലില്ല. അല്ലാതെ ഭയന്നതുകൊണ്ട് മാത്രം ജീവിതം നീട്ടിക്കിട്ടിയ ആരെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മരണമെന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിയന്ത്രണമില്ലാത്ത ഒരു കാര്യമല്ലേ? മരണം ഉറപ്പാണ്. എന്നാൽ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് മാത്രം. അതല്ലാതെ നമ്മളുടെ കയ്യിൽ നിയന്ത്രണമില്ലാത്ത മരണം എന്ന കാര്യത്തെപ്പറ്റി ഓർത്ത് ജനിക്കുമ്പോൾ തൊട്ട് ഏതെങ്കിലും ഒരു കാലത്ത് മരിക്കും വരെ ഉരുകി ജീവിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഭയപ്പെടാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഒരു വിത്ത് എങ്ങനെയാണ് വളരുന്നത്? അത് മണ്ണിനടിയിൽ ഇരുട്ടിലാണ് കിടക്കുന്നത്. അത് ഭയപ്പെടുന്നില്ല. അത് തൻ്റെ ഷെല്ലിനെ പൊട്ടിക്കുന്നു, ഇരുട്ടിലൂടെ മെല്ലെ മുകളിലേക്ക് വളരുന്നു. അത് കല്ലുകളെ തുളച്ചു കയറുന്നു. ഒടുവിൽ അത് മണ്ണിന് മുകളിലെത്തി സൂര്യനെ കാണുന്നു. നിങ്ങളും അങ്ങനെ തന്നെ ആവണം. നിങ്ങൾക്ക് സൂര്യനെ കാണണമെങ്കിൽ ഇരുട്ടിലൂടെ കടന്നു പോകണം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഭയത്തിൻ്റെ ഷെല്ലിനെ പൊട്ടിച്ചു കളയണം. ഒരിക്കലെങ്കിലും നിങ്ങൾ ഭയത്തെ നേരിട്ടു എന്നിരിക്കട്ടെ, ആ അനുഭവം നിങ്ങളെ അടിമുടി മാറ്റിക്കളയും. നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ ഭയത്തെ നിങ്ങൾ തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നുവല്ലോ. എന്ന് വെച്ചാൽ നിങ്ങളൊരു സിംഹത്തെ തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി പൂച്ചയെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം വലിയ ഒരു ഭയത്തെ നേരിടുക. ബാക്കിയെല്ലാം ചെറുതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ഭയപ്പെടുന്ന ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ ഭയം നിങ്ങളെ വിട്ടുപോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും ചെറുതായിരിക്കില്ല. ഓർമ്മിക്കുക, ഭയം നിങ്ങളുടെ ഉള്ളിലെ ഒരു തോന്നൽ മാത്രമാണ്, വെറും തോന്നൽ. അത് നിങ്ങളുടെ തലച്ചോറിലെ ഒരു രാസപ്രവർത്തനം കൂടിയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? അത് ഭയമില്ലാതെ ജീവിക്കലാണ്. ഇത്രയൊക്കെ ഭയത്തോടെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് എന്തൊക്കെ വന്നിട്ട് പോയി? എല്ലാത്തിനെയും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നേരിട്ടില്ലേ? നിങ്ങൾ ഭയപ്പെട്ടതിൻ്റെ അത്രയും അളവിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എല്ലാം നിങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയില്ലേ? ഈ കാലവും കഴിഞ്ഞു പോകും എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇനി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ നേരിട്ടേ പറ്റൂ. പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനോ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനോ അല്ല ശ്രമിക്കേണ്ടത്. പ്രശ്നങ്ങളെ നേരിടാനാണ് പഠിക്കേണ്ടത്. ഭയത്തെ നേരിടാനാണ് പഠിക്കേണ്ടത്. ഇനി ഭയത്തെ നേരിടാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറിയ വിദ്യ കൂടി പറഞ്ഞു തന്നിട്ട് നമ്മൾക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഇന്ന് തന്നെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് എല്ലാ ജോലിയും തീർത്തതിന് ശേഷം ബെഡിൽ വെറുതെ കണ്ണടച്ചിരുന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് എന്തിനെയാണ്, ഇത്രയും കാലം എന്തിനെയാണ് ഭയപ്പെട്ടിരുന്നത് എന്ന് ഒന്ന് മനസ്സിൽ ചിന്തിക്കുക. എന്നിട്ട് അതിൽ എത്ര കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഭയപ്പെട്ട കാര്യങ്ങളിൽ എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്, ഭയപ്പെട്ട അത്രയും അളവിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സ്വയം നിങ്ങൾ വിശകലനം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഭയപ്പെട്ടതിൻ്റെ 10% പോലും 2% പോലും ശരിക്കും സംഭവിച്ചിട്ടില്ല. ബാക്കി നിങ്ങളുടെ ഭയം മാത്രമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇനി നിങ്ങൾ ഭയപ്പെടാൻ പോകുന്നതും ഇപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ആ ഒരു ഭയത്തെ, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഭയം എന്താണ് എന്ന് നിങ്ങൾ ആ ഭയത്തെ ഒന്ന് മുന്നിൽ കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ എക്സ്ട്രീം അവസ്ഥ തൊട്ട് നമ്മൾ താഴേക്ക് ചിന്തിക്കുക. ഇത് ഇങ്ങനെ സംഭവിക്കുമോ, സംഭവിക്കാൻ സാധ്യതയുള്ളതാണോ? ഞാൻ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ യാതൊരു ആവശ്യവുമില്ലാതെ എത്രയോ സങ്കടപ്പെട്ടിട്ടുണ്ട്, എത്രയോ ഭയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഭയം മാത്രം ബാക്കിയാവുകയായിരുന്നില്ലേ ചെയ്തത്, ഭയന്നതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് സ്വയം ചിന്തിക്കുക. അതുപോലെ തന്നെയാണ് 99% നിങ്ങളുടെ ഭയങ്ങളുടെയും അവസ്ഥ. അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നടക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നില്ലേ ഇത്രയും കാലം ഉരുകി ജീവിതത്തിൽ സകല സ്വാതന്ത്ര്യവും സന്തോഷവും നശിപ്പിച്ച് ജീവിച്ചിരുന്നത് എന്ന്. ഇത്തരത്തിലുള്ള ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഭയത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എല്ലാ ആളുകൾക്കും യക്ഷി, പ്രേതം, പിശാച് ഭയമല്ലേ കേൾക്കുമ്പോൾ തന്നെ? എന്നാൽ നിങ്ങളിൽ എത്ര ആളുകൾ ഈ ജീവിതത്തിനിടയ്ക്ക്, ഇത്രയും പ്രായത്തിനിടയ്ക്ക് യക്ഷികളെ കണ്ടിട്ടുണ്ട്, പ്രേതത്തെ കണ്ടിട്ടുണ്ട്, പിശാചിനെ കണ്ടിട്ടുണ്ട്? സിനിമകളിൽ വെള്ള വസ്ത്രമിട്ട് പാട്ടുപാടി നടക്കുന്ന, കോന്ത്രപ്പല്ല് വെച്ച് പൊട്ടിച്ചിരിക്കുന്ന, അട്ടഹസിക്കുന്ന യക്ഷികളെ അല്ലാണ്ട് ജീവിതത്തിൽ നിങ്ങൾ യക്ഷികളെ കണ്ടിട്ടുണ്ടാവുമോ? ചില ഹാലൂസിനേഷൻ പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകൾ ചിലപ്പോൾ ഹാലൂസിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നല്ലാതെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രേതത്തെ കണ്ട എത്ര ആളുകളുണ്ട്? പക്ഷേ ആ പ്രേതമെന്ന് പറയുന്ന ഇല്ലാത്ത, കാണാത്ത ചില നെഗറ്റീവ് എനർജി ഇഷ്യൂസൊക്കെ ഉണ്ട്. ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് പോകുന്നില്ല, അത് വലിയ വിഷയമാണ്. പക്ഷേ അതല്ലാതെ 99.9% ആളുകളും ഇല്ലാത്ത, ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കാണാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത യക്ഷിയെയും പ്രേതത്തെയും പേടിച്ചല്ലേ ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത്? ഇരുട്ടത്ത് ഒന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പേടിയല്ലേ? അതുകൊണ്ട് ഭയമെന്ന് പറയുന്നത് നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇനി ഒരു ഭയം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള ഒരു ഭയത്തെ എടുത്ത് മുന്നിൽ നിർത്തുക, അതിനെ വിശകലനം ചെയ്യുക. ഇത് ലോകത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണോ, സംഭവിച്ചിട്ടുള്ളതാണോ, സംഭവിച്ചാൽ തന്നെ അങ്ങേയറ്റം എത്രത്തോളം പോകും, ഇതിനേക്കാൾ എത്രയൊക്കെയോ സംഭവിച്ചിരിക്കുന്നു എന്നിട്ടും അതൊക്കെ നമ്മൾ തരണം ചെയ്തല്ലേ ഇതുവരെ ഇവിടെ വരെ എത്തിയത്, ഇനിയും തരണം ചെയ്യും. അതുകൊണ്ട് ഭയം എന്ന് പറയുന്ന സാധനത്തെ ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ ആട്ടിപ്പായിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.